ഹായ് ഹലോ നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് കാലടി ആദിശങ്കര സ്തൂപത്തിൽ AD 1024 ഉണ്ടായിരുന്ന സോമനാഥ ജ്യോതിർലിംഗത്തെ ദർശിക്കാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജ്യോതിർലിംഗത്തെ എങ്ങനെ ഞാൻ കാണാൻ പോകുന്നു, എങ്ങനെ കേരളത്തിൽ വന്നു എന്നുള്ള ചിന്തകളായിരിക്കും. വരൂ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദിശങ്കര സ്തൂപത്തിലെ ദർശനത്തിന് ശേഷം 10 മുതൽ കാലടി ജ്ഞാനക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ജ്യോതിർലിംഗ ദർശനം. ഗുരുദേവ് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ AD 1020-നും 1024-നും ഇടയിൽ സോമനാഥ് ക്ഷേത്രം മുഹമ്മദ് ഗജ്നിയാൽ ആക്രമിക്കുകയും അവിടുത്തെ ശിവലിംഗം തകർക്കപ്പെടുകയും ചെയ്തു. ചരിത്രം നോക്കിയാൽ അറിയാം, സോമനാഥ് ക്ഷേത്രത്തിലെ ശിവലിംഗം ഭൂമിയിൽ നിന്ന് 2-3 അടി ഉയരത്തിലാണ്, എയറിലായിരുന്നു നിന്നിരുന്നത്. അതായത് ഭൂമിയെയും ആകാശത്തെയും സ്പർശിക്കാതെ തകർക്കപ്പെട്ടപ്പോൾ ഒറിജിനൽ ശിവലിംഗത്തിൽ നിന്ന് തെറിച്ച കഷ്ണങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അഗ്നിഹോത്രി ആചാര്യന്മാർ എടുക്കുകയും അവർ അതിന് ശിവലിംഗത്തിൻ്റെ രൂപം നൽകുകയും അതുമായി അവർ ദക്ഷിണ ഭാരതത്തിലേക്കും കടന്നു. ഒറിജിനൽ ശിവലിംഗം വായുവിൽ ഫ്ലോട്ട് ചെയ്യുന്ന നിലയിലായിരുന്നു. ആരും അറിയാതെ ഭദ്രമായി നൂറ്റാണ്ടുകളോളം അവരത് സൂക്ഷിക്കുകയും 1924-ൽ അഗ്നിഹോത്രി ആചാരി ദക്ഷിണ ഭാരതത്തിലെ ശങ്കരാചാര്യ അടുക്കൽ വരികയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു, 100 വർഷം നിങ്ങൾ ഇതുപോലെ തന്നെ ഭദ്രമായി ആരും അറിയാതെ സൂക്ഷിക്കുക. 100 വർഷം കഴിയുമ്പോൾ കർണാടകയിൽ ശങ്കരൻ എന്ന ഋഷി വരികയും അദ്ദേഹത്തിന് കൈമാറണമെന്ന്. ഈ കഴിഞ്ഞ ജനുവരി 15-ാം തീയതി അഗ്നിഹോത്രാചാരി ആശ്രമത്തിൽ വന്ന് അത് ശ്രീ രവിശങ്കർജിക്ക് ആ സോമനാഥ ജ്യോതിർലിംഗം കൈമാറുകയും ചെയ്തു. ജിയോളജിക്കൽ റിപ്പോർട്ട് പ്രകാരം ഇതിന് ലോഹത്തിൻ്റെ അളവ് വളരെ കുറവാണ്, എന്നാൽ വളരെയധികം മാഗ്നറ്റിക് പവറുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, സാധാരണ മാഗ്നറ്റിക്കിന് മൂലകളിലാണ് പവറുള്ളത്, എന്നാൽ ഇതിന് സെൻറ്ററിലാണ് പവറുള്ളത്. ഇത്തരത്തിലുള്ള കല്ലുകൾ ഭൂമിയിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കല്ല് മറ്റേതോ ലോകത്തുനിന്ന് വന്നതാവാനേ വഴിയുള്ളൂ. 12 ജ്യോതിർലിംഗത്തിലെ ജ്യോതിർലിംഗമായ സോമനാഥ ജ്യോതിർലിംഗത്തെ ദർശിക്കാൻ കഴിഞ്ഞത് തന്നെ ജന്മജന്മാന്തര പുണ്യമായിട്ട് കരുതുന്നു ഞാൻ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓം നമഃ ശിവായ.